നമ്മുടെ പ്രവാസികളിൽ പല ആളുകളും വിശേഷിച്ച് സൗദി അറേബ്യയിലോ ഖത്തറിലോ കുവൈറ്റിലോ ഒക്കെ പോയി വരുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഒരു മാറ്റം. ഉമ്മ, നിങ്ങൾ ചെയ്യുന്ന ശിർക്കാണ് കേട്ടോ ഉമ്മ. ഉപ്പ, നിങ്ങൾ ഈ മൗലിദ് പാരായണം ചെയ്യുന്നത് നരകത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. കാണുന്നത് മുഴുവനും ഷിർക്ക്, ബിദ്അത്ത് എന്ന് ആരോപിക്കുന്ന ഒരു സ്വഭാവം നിരപരാധികളായ ആളുകൾ, അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവര് നിരന്തരം ആ രാജ്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ ചുറ്റുപാടിലുള്ള ആളുകൾ നിരന്തരം കൊടുക്കുന്ന ഫീഡിങ് അങ്ങനെയാണ്. അങ്ങനെ അവർ മാറുന്നു. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ അംഗീകരിച്ച് ഒരു സാധാരണക്കാരന് മുജ്തഹിദാവാൻ കഴിയാത്ത, ഇജ്തിഹാദിന്റെ പദവിയിലേക്ക് എത്താൻ കഴിയാത്ത മുഴുവൻ ആളുകളും തഖ്ലീദ് ചെയ്യണം, ഏതെങ്കിലും 4 മദ്ഹബിനെ അംഗീകരിക്കണമെന്ന് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞൊരു വസ്തുതയെ ഇത്തരം ആളുകൾ എതിർക്കുന്നത് കാണാം. നമുക്ക് മുഹമ്മദി ആയാൽ പോരെ, നമുക്ക് മുസ്ലിം ആയാൽ പോരെ, എന്തുകൊണ്ട് ഷാഫിഈ, എന്തുകൊണ്ട് ഹനഫി, എന്തിന് മാലിക്കി, എന്തിന് ഹംബലി, ഇസ്ലാം ഒന്നല്ലേ ഉള്ളൂ? നല്ല രസകരമായ ചോദ്യമാണത്. പക്ഷെ അത് വിവരമില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സലഫി മൂവ്മെന്റ് ആണ് അറബ് രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരൽപ്പം ആക്കം കൂട്ടിയത് എന്ന് പക്ഷപാതിത്വമില്ലാതെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹം നാട്ടിൽ വന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് അദ്ദേഹം ജോലി ചെയ്യുന്ന നാട്ടിൽ, അത് UAE-യിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബസമേതം താമസിച്ചുകൊണ്ട് അവിടെ ഒരു മസ്ജിദിലോ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് അവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഇത് അറബിയിൽ അവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ? ഇത് അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്. ഏതായാലും ഈ വീഡിയോ പുറത്തൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അവർക്ക് അവരുടെ ഭാഷയിൽ അത് എഴുതി കാണിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, പരമാവധി നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ ചോട്ടിൽ അതിൻ്റെ ടെക്സ്റ്റുകളായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ കാണുമല്ലോ, മനസ്സിലാക്കുമല്ലോ. സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ പോയിട്ടുള്ള ആളുകൾ വീട്ടിൽ വന്നിട്ട് ഉമ്മ, നിങ്ങളാ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ, ഷിർക്കല്ലാത്ത കാര്യമാണ് ആ മകൻ ആ ഉമ്മയോട് ഷിർക്കാണെന്ന് പറയുന്നതെങ്കിൽ അത് ആർക്കും തിരുത്താം. എന്നാൽ വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവരെന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയുടെ പേരിൽ പച്ചക്കളവ് കെട്ടിച്ചമച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ അത് വിശ്വസിക്കൽ ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഹുദവി തെറ്റാവുന്നത്? അത് ഇസ്ലാമിൻ്റെ ഏത് പ്രമാണത്തിനാണ് എതിരായിട്ട് വരുന്നത്? തെറ്റ് എന്ന് പറയുമ്പോൾ അത് മൂലപ്രമാണമായ ഖുർആനോ തിരുവചനങ്ങൾക്കോ എതിരായി വരണ്ടേ? ഇജ്മാഇനോ ഖിയാസിനോ ഒക്കെ. അഖീദ അത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമ്മൾ ഏകദൈവ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്ര വിരോധം? ഇവിടെ സലഫികളാണ് ആഗോള തീവ്രവാദത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന വിധത്തിൽ ആക്കം കൂട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് സലഫികൾ? സലഫികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ എന്ന് മാത്രം കണക്കാക്കണ്ട. സലഫു സാലിഹീങ്ങളെ മാതൃകയാക്കുന്നവൻ, ഈ സലഫു സാലിഹീങ്ങളെ മാതൃകയാക്കുന്നവൻ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഈ 4 മദ്ഹബ് അല്ലെങ്കിൽ 4 മദ്ഹബ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരായിരുന്നു ഈ 4 മദ്ഹബിൻ്റെ ഇമാമീങ്ങളും. എന്നാൽ ഈ 4 മദ്ഹബിൻ്റെ ഇമാമീങ്ങൾ ജീവിക്കുന്നതിന് മുമ്പും ഇവിടെ ഇസ്ലാമുണ്ട്. ഈ 4 മദ്ഹബിൻ്റെ ഇമാമീങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ അതിൽ താബഈങ്ങളായിട്ടുള്ള ഇമാമീങ്ങളുണ്ട്. അതിനു മുമ്പ് ലക്ഷത്തിൽ പരം സഹാബാക്കൾ ജീവിച്ച നാടാണിത്. അതുപോലെ തന്നെ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലമായിക്കൊണ്ട് ദഅവത്ത് നടത്തിയ നുബുവത്ത് കാലയളവിൽ പരിശുദ്ധ ഖുർആന് ഇറങ്ങിയ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്ക മണലാരണ്യത്തില് അവിടെ നിന്ന് വന്ന ദീന് അവരവർക്ക് മനസ്സിലായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിരൂപണം ചെയ്യുമ്പോൾ അത് അന്ധമായിട്ട് തക്ലീദ് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹിയായ ഹദീസ് കൊണ്ടോ സിംസാറുൽ ഹഖ് ഹുദവിക്ക് തെളിയിക്കാൻ കഴിയുമോ? ദീർഘിച്ച് പറഞ്ഞു പോകുന്നില്ല. ഇതിന് ബാക്കിൽ അദ്ദേഹം മൗലൂദ് വെച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ മലിക് സലഫി അടക്കമുള്ള ആളുകൾ പറയുന്ന മറ്റൊരു വീഡിയോ ഒക്കെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. സലഫികളാണ് ആഗോള തീവ്രവാദത്തിന്റെ വക്താക്കൾ എന്നൊക്കെ പറയുന്ന ഹുദവി, താങ്കൾ അല്പം കൂടി എന്താണ് സലഫിസം എന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതിലെന്താണ് ഈ പറയപ്പെട്ട ഇപ്പോൾ ഉമ്മാനോട് മകൻ പറയുന്ന വിഷയം അതാണല്ലോ, അതെന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് വിശദീകരണം അതിന് ബാക്കിൽ വരുന്നുണ്ട്. അതിനു മുമ്പായിക്കൊണ്ട് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാണ്ട് അദ്ദേഹം പറയട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു. അതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിലെ ഈ വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേക അഷ്കൂ ഫീഹി യാ നബിയെ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശ്രയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ശകന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മത്രി. ഹദീസുകൾ എടുത്തു നോക്കി. മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശികായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു. ആയിക്കോട്ടെ, ഇവിടെ അദ്ദേഹം പറയുന്നത് മങ്കൂസ് മൗലൂദിലെ ഇർതകബ്തു അൽ ഖതാ എന്ന് പറയുന്ന വരി, പാപമൊക്കെ പേറിക്കൊണ്ട് ഞാനിതാ വരുന്നു റസൂലേ, അങ്ങയോടാണ് അന്യായം പറയുന്നത്, ഞങ്ങൾക്ക് പാപമോചനം നൽകണേ എന്ന അർത്ഥം വരുന്ന ആ വരി, അത് ഷിർക്കാണ് എന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത്. ഈ കാര്യം തന്നെയാണ് മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉമ്മാനോടോ ഉപ്പാനോടോ പറയണം, ഉമ്മ ഇനി നമുക്കിത് വേണ്ട, നമുക്ക് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും മതി, ഈ മാലക്കിതാബുകളും പാളക്കിതാബുകളും ചപ്പുചണ്ടികൾ പോലെ മഴവെള്ളപ്പാച്ചലിൽ ഒലിച്ചു വന്ന ഈ സാധനങ്ങൾ അത് നമുക്ക് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിന് എതിരെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. ആ മാലക്കിതാബുകളിലും മൗലൂദി കിതാബുകളിലുള്ള വരികൾ പാടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നത്. ഇവിടെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ അന്യായം ബോധിപ്പിക്കാൻ വന്നു, പരാതി പറയാൻ വന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹിയോട് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട് ഹുദബി. എന്നാൽ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് മഴയ്ക്ക് പോയി എന്നുള്ള ഒരു കള്ളക്കഥയുണ്ട്. അതിലേക്ക് ഇദ്ദേഹം പറഞ്ഞത് അതല്ല ഇതാണെന്ന് വരുത്തി തീർക്കുന്ന പോലെ, അതെന്താണെന്ന് പറഞ്ഞില്ല, ശികായത്ത് ചെയ്തു എന്നാ പറഞ്ഞത്. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. അത് ഏതെന്നറിയാമോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുജാദില എന്ന് പറയുന്ന, തർക്കിക്കുന്നവൾ എന്നാണ് ആ അധ്യായത്തിന് അള്ളാഹു പേര് നൽകിയിട്ടുള്ളത്. ആ അധ്യായത്തിന്റെ ആ പേര് പോലെ തന്നെ അതിൽ ആദ്യത്തെ ആയത്ത് തർക്കിക്കുന്നവളുടെ വിഷയമാണ് പറയുന്നത്. ആരാണ് തർക്കിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബ വനിത വന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും പിരിഞ്ഞു ജീവിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് യോജിച്ചു പോയിക്കൂടെ, ഒരുമിച്ച് ജീവിച്ചൂടെ, ദാമ്പത്യബന്ധം തുടർന്നുകൂടെ? കാര്യം ഞങ്ങൾ തൊലാക്ക്, അന്നത്തെ തൊലാക്ക് എന്ന് പറഞ്ഞാൽ അതിന് ലിഹാറി എന്ന് പറയും. അന്തിക്കൽ ലിഹാറു ഉമ്മി, നീ എൻ്റെ ഉമ്മാന്റെ മുതുകു പോലെയാണെന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അത് തൊലാക്കായി കണക്കാക്കുന്ന ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് കൗല ബിന്ത് സഅലബ എന്ന സ്വഹാബ വനിതയോട് അവരുടെ ഭർത്താവ് അന്തിക്കൽ ലിഹാറു ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൊലാക്ക് ചെല്ലുന്നത്. അതിനുശേഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൗല ബിന്ത് സഅലബയും അവരുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനോട് ആ സ്ത്രീ വന്നുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. ആദ്യം ചോദിച്ചപ്പോൾ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ കിട്ടിയ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേർപിരിഞ്ഞു തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവർ തൊലാക്ക് ചൊല്ലിയത് തൊലാക്കിൽ കൂട്ടും. കാര്യം
ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹിതരായവരൊക്കെ വിവാഹിതരാണല്ലോ. അപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള തൊലാക്കും തൊലാക്കായി തന്നെ പരിഗണിക്കും. ഉമർ റളിയല്ലാഹു ഒരു സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കഅബാലയത്തിൽ എഴുത്തിക്കാഫ് ഇരുന്നോളാ എന്ന് നിയത്ത് ചെയ്തിരുന്നു. ആ നിയത്ത് പൂർത്തീകരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു നേർച്ചകളൊന്നും ചെയ്യണ്ട, എഴുത്തിക്കാഫ് ഇരിക്കുക എന്ന നിയത്ത് അത് നിർവഹിക്കുവാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. അപ്പോൾ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെട്ടിരുന്നില്ല, ബാത്തിലായിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീർഘിച്ച് പറഞ്ഞു പോകുന്നില്ല. എന്തായാലും കൗല ബിന്ത് സാലബ എന്ന സഹാബ വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയാണ്. അതാണ് ആ സൂറത്തിന് തർക്കിക്കുന്നവൾ എന്ന അർത്ഥം വരുന്ന മുജാദില എന്ന പേര് വീണത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തർക്കത്തിന് ശേഷം ആ സ്ത്രീ മാറി നിന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ആയത്ത് നിങ്ങൾ എടുത്തു നോക്കുക, ഒന്നാമത്തെ ആയത്താണ്. അതിൽ ഷക്കായത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലേക്കാഷ്കു പറയുന്ന ആ ഷക്കായത്ത് തന്നെയാണ്. അത് ആരോടാണ് നടത്തിയത്? ആ തേട്ടം, ആ പരാതി ഞാൻ കേട്ടു നബിയെ എന്നാണ് ആ ആയത്തിലൂടെ പറയുന്നത്. ഇനി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, എൻ്റെ അടുത്തു നിന്നുകൊണ്ട് കൗല ബിന്ത് സാലബ എന്ന സ്വഹാബ വനിത അള്ളാഹുവോട് പറഞ്ഞത് ഇത്ര അടുത്തായിരുന്നിട്ട് പോലും ഞാൻ കേട്ടില്ല, അള്ളാഹു കേട്ടു എന്ന്. അള്ളാഹു കേട്ടു എന്നാണ് ആ ആയത്തിലൂടെ പറയുന്നത്. അതിനുശേഷം അവരുടെ വിവാഹത്തിന് അതിന് കഫാറത്തൊക്കെ പറഞ്ഞുകൊണ്ട് അത് വീണ്ടും യോജിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ ഹബീബ്. എന്നാൽ ഈ ആയിഷ ബീവിയെ തൊട്ടാണ് ഇവിടെ പറയുന്നത് ഈ ലേക്കാഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും വിളിച്ചു തേടാം, പ്രാർത്ഥിക്കാം എന്നതിന് ന്യായീകരണം പറയുന്നത്. പിന്നെ പറഞ്ഞത് മഴയ്ക്ക് വേണ്ടിയിട്ട് അന്നേ കാലത്ത് സ്വഹാബാക്കളായ ആളുകൾ, അവിടെയുള്ള ആളുകൾ മദീനത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, മഴയില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു, കൃഷി കരിഞ്ഞുണങ്ങുന്നു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഴ വർഷിപ്പിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് തെറ്റിയത് അവിടെയാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് ഒരു ഖുതുബ നടക്കുന്ന സമയത്താണ് വന്ന് പറയുന്നത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മഴ വർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് തെറ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് പരിഹാരം ഉണ്ടാക്കി. പരിഹാരമില്ലാത്ത കാര്യങ്ങൾക്ക് അള്ളാഹു വഹിയിലൂടെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലല്ല തെറ്റ്, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് ഒരു റജുല് കവിൾത്തടം ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഇസ്തഷ്കലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു സ്വഹാബിയാണ് എന്ന് പറയുന്ന പച്ചക്കളവില്ലേ? അതാണ് പ്രശ്നം. അത് ഹാരിസ് ഇബ്നു മുസ്നി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്ന സൈഫിന്റെ ഫുതൂഹിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാഹറജുല് സൈഫിന്റെ ഫുതൂഹിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സീറകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഷിർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാര്, അവർക്ക് അബ്ദുൽ മലിക് സലഫി ഈ വിഷയത്തിൽ ഏതാണ് എന്നുള്ള മറുപടി വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കുക. ഇതിൽ പഠിക്കുവാൻ ഏറെയുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയം എടുക്കുവാൻ കാരണം. ഇൻഷാ അല്ലാഹ് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അബ്ദുൽ മലിക് സലഫി മാത്രമല്ല, മറ്റു 2 പേർ കൂടി ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഒന്നും ആരിലേക്കും അടിച്ചേൽപ്പിക്കുന്നില്ല. പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വസ്തുതകൾ എന്താണെന്ന് തുറന്നു പറയുന്ന വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ലാ ബുർഹാൻ ലഹും ബി, അവർക്കതിനൊരു തെളിവും ഹാജരാക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പ്രസംഗം. കാരണം ഇവിടെ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ ഹദീസായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇത് നീട്ടിവലിച്ച് കൊണ്ടുപോകുന്ന മങ്കൂസ് മൗലൂദുള്ള ഇർത്തകബത്ത് ചെല്ലാനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവലാതി ബോധിപ്പിക്കാൻ, ഏത് മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ. അദ്ദേഹം പറഞ്ഞല്ലോ ഹദീസ് നോക്കിയാൽ മതി. ശരി, നമുക്ക് ഹദീസ് നോക്കാം. ശരിക്കും സമസ്തക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പണ്ഡിതന്മാർ ഒരു കിതാബ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ കിതാബിൻ്റെ മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ തന്നെ ഈ പണ്ഡിതന്മാർ ജനങ്ങളെ വഴി തെറ്റിക്കുന്നതിൻ്റെ രീതി നമുക്ക് വളരെ വ്യക്തമാവും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു വലിയ എന്താ പറയുക, കുറച്ചൊക്കെ ഒരു
ഒരു തീവ്രത ഇല്ലാതെ ഇങ്ങനെ മെല്ലെ മയപ്പെടുത്തി ഖുറാഫാത്തൊക്കെ മയപ്പെടുത്തി മറ്റേ ഭരണഘടന പുരോഗമനപരമായി ചിന്തിച്ച് ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ശക്കൻ നാസു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തൽ മതരി. ജനം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകന്റെ അടുക്കൽ വന്ന് ശക്കന്നാസ് ആവലാതി ബോധിപ്പിച്ചു. ഇത് അവിടെ നിർത്താണ് അദ്ദേഹം. എന്നിട്ട് ഈ ശക്ക ലക അഷ്കൂ ഫീഹിയ എന്നുള്ളതിൽ അതിലേക്ക് കൊണ്ടുപോകാം. ഏത് ഈ ശക്കന്നാസു എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനമാണ്. ഇന്ന് ബാക്കി ഹദീസ് കാണാം. ഫഅമറ ബിമിംബരിൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫവദിഅ ലഹു ഫിൽ മുസല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മരിച്ചുപോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരെ ഖബർ തേടിപ്പോയോ? പ്രവാചകനോട് മഴ കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മഴയില്ല നബി എന്താ ചെയ്യുക? കാരണം എന്ത് വന്നാലും റസൂലുള്ളാഹിനോട് അവർ എടുത്ത് പറയാം. അപ്പം മഴ റസൂലുള്ളാഹിന്റെ അടുക്കൽ നബി കാരണം നേതാവാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി റസൂലുള്ളാഹി ഇസ്തിസ്ഖ സലാത്തുൽ ഇസ്തിസ്ഖ എന്ന രീതി അവിടെ ഉണ്ട്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട രീതിയാണ്. അപ്പോൾ പ്രവാചകൻ വഅദൻ നാസ യൗമൻ യഖ്റുജൂന ഫീഹി, അങ്ങനെ നബി പറഞ്ഞു ഇതാ ഇന്ന ദിവസം നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളെല്ലാവരും ആ ദിവസത്തേക്ക് ഒരുങ്ങി വരണം. അങ്ങനെ ഖാലത്ത് ആയിഷ ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ബദാ ഹാജിബു ശംസി ഫഖഅദ അലൽ മിംബരി ഫകബ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹമിദല്ലാഹ വഅസ്സ വജൽ ثم قال إنكم شكوتم جدب دياركم واستخار المطر عن إبان زمانه عنكم. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഖദ് അമറക്കുമുല്ലാഹു അസ്സ വജല്ല അൻ തദ്ഉഹു. അതാ നിങ്ങൾ മഴയില്ലാതെ എൻ്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞല്ലോ, ശരി എന്നാ പെയ്യട്ടമയ. നമ്മുടെ സി എം റവിൻ്റെ അടുത്തും അതുപോലത്തെ മറ്റേ വേങ്ങര പാപ്പാക്കളുടെ പെയ്യട്ടമയെന്നല്ല, അള്ളാഹു അമറക്കുമുല്ലാഹു അസ്സ വജല്ല അൻ തദ്ഉഹു. അള്ളാഹ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം. വവഅദക്കും അൻ യസ്തജീബ ലക്കും, നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീം അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനാൽ ഗൈസ വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വത്തൻ വബലാഗൻ ഇലാ ഹീൻ ثم رفع يديه. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൈതാനത്ത് വെച്ച് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവാചകന്റെ കക്ഷം വെളിപ്പെടുമാറ് പ്രാർത്ഥിച്ചു. ثم حول الناس ظهره, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? മഴ പെയ്തു. حتى ثم امطرت باذن الله. ഇതാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ, ഇതാണ് ഹദീസ് നോക്കാൻ വേണ്ടി, ഇതാണ് ഹദീസിൽ അഥവാ റസൂലുള്ളാഹിന്റെ അടുത്ത് പറയുന്നു. റസൂലുള്ളാഹി ജനങ്ങളെയും കൂട്ടി മൈതാനത്തേക്ക് പോകുന്നു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. റസൂലുള്ളാഹി ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് ഈ മങ്കൂസ് മൗലൂദിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന, എന്തെങ്കിലും മനുഷ്യന് ആവലാതിയും വേവലാതിയും ഉണ്ടാകുമ്പോൾ ലേക അഷ്കൂ ഫീഹിയ ചെല്ലാൻ എന്ത് തെളിവാണ്. മാത്രമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാലശേഷം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പം ഇദ്ദേഹം വഫാത്തിൻ്റെ ശേഷം പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെല്ലാനാണ് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് തവണ മഴയില്ലാത്ത അവസ്ഥ സഹാബത്തിന് വന്നിട്ടുണ്ട്. അത് ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ലംബറുൽ ഇത്തിബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്. വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബു മറാത്തിൻ വദഹമതുഹും നവാഇബ് ബഅദ മൗതിഹി. പ്രവാചകന്റെ കാലശേഷം റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഒരുപാട് ക്ഷാമങ്ങളുണ്ടായിട്ടുണ്ട്, വരൾച്ച ഉണ്ടായിട്ടുണ്ട്. ഫഹല്ല ജാഉ ഫസ്തസ്ഖൗ വസ്തഗാഥു ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ജീവിച്ചിരുന്ന പ്രവാചകന്റെ അടുക്കൽ വന്ന് മഴ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ ഉണ്ടല്ലോ. വഹല്ല ജാഉ, എന്തുകൊണ്ട് അവർ വന്നില്ല? ഫസ്തസ്ഖൗ, എന്നോട് റസൂലുള്ളാഹിയുടെ മഴ ചോദിച്ചില്ല. വസ്തഗാഥു ഇൻദ ഖബ്രി നബി, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിക്കുക ഇമാം സുയൂത്തിയാണ് അദ്ദേഹത്തിന്റെ അബുൽ അംർ. വഹും അക്രമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജൽ. അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അക്രമുൽ ഹൽക്കല്ല ഇവിടെ കിടക്കുന്നത്. ആ റസൂലുള്ളാഹിന്റെ ഖബർ അല്ലേ ലോകത്തെ ഏറ്റവും ഒരു മനുഷ്യന്റെ ഖബറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹിന്റെ ഖബറാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവർ വന്നില്ല? ബൽ, പക്ഷെ അവർ ചെയ്തെന്താണ്? ഖറജ ഫീഹിം സയ്യിദന ഉമറുൽ ഖത്താബ് ബിൽ അബ്ബാസി അമ്മ റസൂലില്ലാ ഫസ്തസ്ഖാ ബിഹി. റസൂൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അഹ്ലു കിതാബിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തെ ഇമാമത്ത് നിർത്തിയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് യഥാർത്ഥത്തിൽ ലക അഷ്കൂ ഫീഹിയ എന്നുള്ളത് ഉമർ റളിയല്ലാഹുവിന് അറിയുമായിരുന്നെങ്കിൽ ആ ഖബറിന്റെ അടുക്ക് ചെല്ലണ്ടേ?
മാത്രമല്ല ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. അപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ച കിതാബിൽ ഒരിക്കലും ഈ ലേഖ അഷ്കുഫിയ മരണശേഷം ചെല്ലാൻ കിട്ടൂല. എന്നിട്ട് ഷക്കാ എന്ന് വാക്ക് കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും അതിൻ്റെ ഭാഗം മുഴുവനും വിട്ടുകളഞ്ഞ് ഈ മങ്കൂസ് മൗലൂദിലെ തനിച്ച ഷിർക്കിന് ന്യായീകരണം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമം, ഇത് തനിച്ച എന്താ പറയുക ഒരു ജൂത പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു പണിയാണിത്. ഇതിപ്പം ഒരാള് സിംസാർ ഹക്കുദവിന്റെ അടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് പറയാണ് മഴല്ല, നിങ്ങൾ ദ്വാ ചെയ്യണത്, അതിന് തെളിവാണ് വേണമെങ്കിൽ അദ്ദേഹം ഇമാമത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയുന്ന തെളിവാണ്. അല്ലാതെ വെള്ളം വീശാനുള്ള ഒരിക്കലുമല്ല.